ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം വരുന്ന ഹിന്ദു ജനങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിക്കുന്ന കാഴ്ച, അതിദാരുണമായ കാഴ്ച, അതിസങ്കടകരമായൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യം മൊബൈലിൽ പകർത്തി ആനന്ദിക്കുന്നവരെയും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ഈ ബംഗ്ലാദേശിൽ തന്നെ സ്വന്തം ഭർത്താവിന് നേരെയുണ്ടായ കൊടും ക്രൂരത വെളിപ്പെടുത്തിയിരിക്കുകയാണ് സീമാദാസ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി പടർത്തി വീണ്ടും അക്രമം അഴിച്ചുവിടുകയാണ്. ലോഗൻ ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെയാണ് അക്രമികൾ അതിക്രൂരമായി വേട്ടയാടിയിരിക്കുന്നത്. ഭർത്താവിന്റെ തലയിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുവാൻ ശ്രമിച്ചെന്ന ഞെട്ടിക്കുന്ന വിവരം ഭാര്യ സീമാദാസാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ രാജിക്കു പിന്നാലെ രാജ്യത്തരങ്ങേറുന്ന അരാജകത്വത്തിന്റെ നേർസാക്ഷ്യമാവുകയാണ് ഈ കുടുംബം. കണ്ണിൽ ചോരയില്ലാത്ത ആൾക്കൂട്ടം തൻ്റെ ഭർത്താവിനെ വളഞ്ഞതും ഉപദ്രവിച്ചതും വിറയലോടെയാണ് സീമ ഓർത്തെടുക്കുന്നത്. നോഖാലയിലെ വീടിന് നേരെ പാഞ്ഞെടുത്ത ഈ അക്രമി സംഘം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ലോഗനെ ആക്രമിക്കുന്നത്. അവർ അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയും തലയിലൂടെ പെട്രോൾ ഒഴിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് അവർ നിസ്സഹായതയോടെ പറയുകയാണ്. ആ നിമിഷത്തെ ഭീകരത ഇന്നും മുഴച്ചു നിൽക്കുകയാണ്. ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് സീമാദാസ് പറയുന്നത് ഇങ്ങനെയാണ്: അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആൾക്കൂട്ടം ഖോഗനെ വളഞ്ഞത്. മർദ്ദനത്തിന് പിന്നാലെയാണ് പെട്രോൾ തലയിലേക്ക് ഒഴിക്കുന്നത്. രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ല. അക്രമികൾ വീട് വളഞ്ഞതോടെ പുറത്തേക്ക് ഇറങ്ങുവാനോ സഹായം അഭ്യർത്ഥിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു തങ്ങളെന്നും അവർ ഭീതിയോടെ പറയുന്നു. തുടർന്ന് ഭീഷണിയുമുണ്ടായി. ജീവൻ കയ്യിൽ പിടിച്ചാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് എന്നാണ് സീമ പറയുന്നത്. ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കു നേരെ, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണിത്. നോഖാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കപ്പെടുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഖോഗൻ ചന്ദ്രദാസ് ഇപ്പോൾ ചികിത്സയിലുമാണ്. ഈ ക്രൂരതയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ ദയനീയമായ ചിത്രമാണ് സീമാദാസിന്റെ വെളിപ്പെടുത്തലിലൂടെ ഈ ലോകം അറിയുന്നത്. എന്തുതന്നെയായാലും ബംഗ്ലാദേശിൽ കൊടും ക്രൂരത അരങ്ങേറുക തന്നെയാണ്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചാണ് ആക്രമണം മൊത്തവും. നിരപരാധികളായ മനുഷ്യരെയാണ് കൊന്നു തള്ളുന്നതും.